മനം പോലെ മാംഗല്യം മധുരം മധുരം മധുരിത മധുരം. റൈഡ് എത്തിയില്ല, റൈഡിന് വേണ്ടി വെയിറ്റ്. റൈഡ് എവിടെ? റൈഡ് എവിടെ? അതിന്റെ പാവട പൊക്കെയാണ് വ്ലോഗില്. ഇതാണ് നമ്മുടെ സെക്കൻഡ് അച്ഛൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇന്നാണ് നമ്മുടെ പാറുവിന്റെ കല്യാണം. സോ കല്യാണിന് വേണ്ടി നമ്മള് ഞാനൊരു ടവലൊക്കെ ഇട്ടിരിക്കുകയാണ്. അവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കുള്ള മുല്ലപ്പൂവാണിത്. അതുകൊണ്ട് കൊടുക്കട്ടെ. ഉറക്കെ ഇടിച്ചു കൊടുക്ക. പല്ലും എടുത്തിച്ചില്ല. കണ്ണൻ കണ്ണൻ തൂക്കട തൂക്കൊണ്ടെടുത്തരാ. മുല്ലപ്പൂന്ന് കൊടുക്കട്ടെ. ബും 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 ബും. നമ്മുടെ വാവ എഴുന്നുണ്ട്. വാവേ അത് കൃഷ്ണയുടെ ഹെയർ ചെയ്യുന്ന അവിടെ നിന്ന് കൃഷ്ണ. ഗായ്സ് നമ്മൾ നേരെ ഇനി ദോശ വാങ്ങാൻ വേണ്ടി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് ദോശ വാങ്ങാൻ വേണ്ടി പോവാണ്. ദോശ അതിന് പിന്നെ മണവാട്ടിക്കുള്ള മുല്ലപ്പൂ അല്ല, മറ്റേ മുല്ലപ്പൂ മണവാട്ടിക്കുള്ളതല്ലായിരുന്നു. സോ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. കണ്ണകടി കണ്ണകടി. കല്യാണ ദിവസം നമ്മളങ്ങനെ പൂക്കട എത്തിയിട്ടുണ്ട്. പൂക്കട നമ്മളെ കിറങ്ങിയില്ലടാ, ഉറക്കം തന്നെ ഇരിക്കുന്നത്. പൂക്കട നമ്മുടെ മുല്ലപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് അവസാനം നമ്മൾ പാശദോശ വാങ്ങിയിട്ട് നേരെ പിന്നെ നമ്മൾ ഒരുങ്ങൂടാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുങ്ങുന്നത് ഏതെങ്കിലും പണി വരും. ഇതിൽ അതാണ് ബോയ്സ്. പെമ്പിളർക്ക് ഇപ്പഴേ ഒരുങ്ങാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന്റെ അനിയത്തിക്ക് നമ്മളെ മേക്കപ്പും ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ നിവേദിതയല്ലേ പോയത്? അല്ല കേസ് വേറെ ദിവസം. സോ പൂ വാങ്ങട്ടെ, പിന്നെ ദോശ വാങ്ങട്ടെ, പിന്നെ പിടിച്ചിട്ടെ. കാണാം. കേസ് നമ്മളിവിടെ ദോശക്കട വന്നിട്ടുണ്ട് ദോശ വാങ്ങാൻ വേണ്ടി. ആളുടെ 20 സെറ്റ് ദോശയാണ് കേസ് വാങ്ങുന്നത്. ഡിലേ ഉണ്ട്. പോസ്റ്റാണ് കാണാം. നമുക്കുള്ള ദോശ 2 ദോശ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എനിക്ക് ബ്രഷ് വാങ്ങട്ടെ. എടാ ബ്രഷ് വാങ്ങ, ബ്രഷ് വാങ്ങും, ബ്രഷ് വാങ്ങും. സോ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റിനോടാണ് ദോശ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ പോവാ. കയറി പോവാ. സോ ഗൈസ് വേണ്ട പിന്നെ എടുക്കല്ലേ. സോ ഗൈസ് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഗ്ലോ എന്നെ പറഞ്ഞാൽ ആളെ വീടൊക്കെ സെറ്റ് ആയില്ല. നമ്മുടെ ഔട്ട്ഫിറ്റ് ഗൈസ്, കസിൻസ് ഔട്ട്ഫിറ്റ്. സോ പാറോട് എത്തിയിട്ടുണ്ട്. നമുക്ക് പാറോട് എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി അവളെ കാണണം. അവിടെ ഉണ്ടോ അറിയില്ല ഗൈസ്. അവളെ കാണണം. അവിടെയൊക്കെ വേറെ കോളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഔട്ട്ഫിറ്റ് അപ്പോൾ കാണാം. ഗൈസ് നമ്മുടെ പെണ്ണ് അവിടെ എത്തിയിട്ടുണ്ട്. കാണിച്ചാണ് കണ്ടോ. അവിടെ ഫോട്ടോഷൂട്ടും ഫാമിലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണിറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മളെല്ലാരും കൂടെ അങ്ങനെ മണ്ഡപത്തിലേക്ക് പോകണം. ഗൈസ് ഇവിടെ വെക്കാൻ സംഭവമില്ലല്ലേ? അതിങ്ങോട്ട് വെക്കായിരുന്നു. അറിയില്ല. കല്യാണം എല്ലാരും ഇച്ചിരി നമ്മളെ ടെൻഷൻ ആക്കും. അച്ഛനായാലും അങ്ങനെയാലും. സോ കുറച്ച് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ക്ഷമിക്കുക, നമ്മൾ അവിടെ പോയി എടുക്കാം. അല്ലെ ഫുള്ള് റഷ് ആണ്. അതല്ല കല്യാണം ഫുള്ള് റഷ് ആയിരിക്കും. ടെൻഷൻ. ടിപ്പിക്കൽ അച്ഛനും അമ്മയൊക്കെ അമ്മയൊന്നുമില്ല. അമ്മയൊന്നും കണ്ടുപോലും ഇല്ലല്ലേ പിന്നെയൊന്നും. സോ ഗൈസ് നമ്മുടെ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നരസിംഹ എന്തൊരു പേര്. സോ നമ്മളെ ബാക്കി ക്ലിപ്സ് കാണിക്കാം. വെയിറ്റിംഗ്. മനം പോലെ മാംഗല്യം മധുരം മധുരം മധുരിത മധുരം. നമ്മുടെ പയ്യൻ മുത്തുമണി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇറങ്ങത്തില്ല, തീർക്കനെ ഇറങ്ങും. അതെ സിൽ റോക്സ് മാൻ. കാണാം. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ഇവിടെ കാല് കഴുകുന്നേ, പിന്നെ കുഞ്ഞാ നിലക്കുന്നേ, ഇവിടെ സ്വീകരണം.
അങ്ങനെ ചെറുക്കനെ സ്വീകരിക്കുന്ന ഇവിടെ ഇതെല്ലാം അവിടെ കയ്യിലുണ്ട്. ഞാൻ വിശ്വസിച്ചത് അവിടെ നിന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ചെറുക്കൻ നമ്മുടെ നിതിൻ ചിക്കോ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ അവിടെ നമ്മുടെ ബ്രൈഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നോക്കണം എവിടെ അകത്ത് ഇരിക്കുന്നുള്ളൂ. നമ്മളെല്ലാം ഇവിടെ നിൽക്കുകയാണ് ഗൈസ്. സമയമായിട്ടില്ല. അകത്തുണ്ട് ഗൈസ് പറഞ്ഞ അവിടെ നിന്നായിട്ട് എൻട്രി ഇങ്ങനെ വരുന്നത്. ഇവിടെ മണ്ഡപം കാണിച്ചു തരാം. ഇതാണ് ഇവിടെ മണ്ഡപം. ഇതൊരു സൈഡ് വ്യൂ ആണ് ഗൈസ്. ഫ്രണ്ടിന് പിന്നെ വേറെ ക്ലിപ്സിലൊക്കെ കാണിച്ചു തരാം. ഓക്കെ ബൈ.
കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ വസുദേവദവപാല അസുരകുലകാല ശശിവദന രൂപിണി സത്യഭാമലോല ലക്ഷ്മി കല്യാണ വൈഭോഗമേ വാളി മരം കൊണ്ട് വന്ന് നിരത്തി കോക്കുടയ പന്തലേക്ക് മേൽ കാട്ട് കാട്ടി കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ गीत भवजलधिपोत धरणिकुल संजात त्यागराजनुत परमेशनुत गीत भवजलधिपोत धरणिकुल संजात त्यागराजनुत सीता कल्याण वैभोगमे राम कल्याण वैभोगमे सीता ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ നിന്നാടും താരാജാ
നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞോ കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിരോലമായി വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ തണുവണിത്തെരുവിൽ തിനവയൽ കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ ഇരുളാകിലും നനവാകിലും ഹിമമൂടുമെൻ നിറദീപമേ ഏതോ ഒരനുവാദം തേടി നീ എന്റെ തനുവോരം നിൽക്കേ ഞാൻ മെല്ലെ ഉരുകുന്നതെന്തേ ഇളനീർ കുളിരാ കല്ലട കഴിഞ്ഞോ ഇനി ഫുഡ് കഴിക്കുന്ന കാഴ്ച ചെയ്യാം ഉണ്ട് പിന്നെ എന്റെ കോളേജിലെ പിള്ളേർ നമ്മുടെ കൃഷ്ണൻകുട്ടി നമ്മുടെ ആദിൽ മാസണ്ണൻ ഓ എനിക്ക് പോയേട്ടാ ഷൈബോയ് എന്നാ പിണങ്ങി വേണോ അല്ലേ അച്ഛനെ ഇങ്ങോട്ട് സുഖം സത്യം ഏയ് സുന്ദരി പോടാ എൻ്റെ കോളേജിലെ ഗൈസ് തീയല്ലോ അച്ചാർ മാങ്ങാച്ചാർ തോരൻ വിയൽ നക്കി അടിക്കുന്നു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് ഹു ആർ യു പേരെന്താ ആരാ എന്ത് ചെയ്യാ ഇപ്പൊ കഴിക്കുന്നോ എത്ര കൂട്ടമുണ്ട് എന്നെയാണ് 1 2 3 10 12 ഞാനും പരിപ്പൊക്കെ നല്ല എങ്ങനെയുണ്ട് പരിപ്പും ചോറും കഴിച്ചില്ലേ കൊച്ചു തോറ്റയ്ക്കുന്ന പറഞ്ഞ കല്യാണം കഴിഞ്ഞു സദ്യ കഴിക്കുന്ന പരിപാടിയാണ്. ചോറ് കിട്ടില്ല വരും ചോറ് കൊണ്ട് ഹലോ ഇവിടെ നോക്കും നെക്യൂട്ടി വിശക്കുന്നുണ്ടോ ചോറെത്തി അവിടെ മേലെ പ്രതീക്ഷ കൊടുത്തു വെയിൽ കിട്ടിയില്ല ചോറെത്തി ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ചോറ് വയ്ക്കുകയാണ് ഫാമിലി അവിടെ
തീർത്തുടങ്ങി. അറിഞ്ഞു കേട്ടുന്ന ലക്ഷ്മി ചോറ് വെന്തില്ലെന്ന് പറഞ്ഞിട്ട് ഒടുക്കം തീറ്റി. ഇത് രാവിലെ തന്നെ കഴിച്ചായിരുന്നോ? കഴിച്ചോ? എപ്പം? ഞാൻ പച്ച ദോശ കഴിച്ചു. നീ എപ്പോഴായിരുന്നു ചോറ് കഴിച്ചിട്ടാണോ? ബൈ. സോ ഗൈസ്, നമ്മുടെ ബാറുടെ കരടങ്ങി വീട്ടിലേക്ക് എനിക്ക് സോ ഇനി വീട്ടിൽ പോയിട്ട് രസൊക്കെ മാറി കൊച്ചി രസൊക്കെ ചെയ്ത റിസപ്ഷൻ ആണ്. അത് വേറെ ഓഡിറ്റോറിയത്തിലാണ്. വയ്യ ഗൈസ്, വയ്യ. ബോളിയും പൈസ വെച്ച് മത്തായി നല്ല ഗൈസ്. മീനാക്ഷിയുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഗൈസ് ഈ മിസ് ചെയ്യോ ഇല്ല? ആരോമായിട്ട് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. മന്ദനായി പോയി. ഓക്കെ ഓക്കെ, എന്തോട്ടെ ഓട്ടെ പറ. സോ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യോ. കെവിൻ, ബ്രൂണോ, അനാപ്പേ, അറിയാത്ത പേര് ഓർത്ത് പറയണം. അറിയുന്ന പേര് ലാസ്റ്റ് പറയാം. അനാപ്പേ, വൃന്ദയൊക്കെ അറിയാം, അതൊക്കെ ലാസ്റ്റ് പേരാ. കുറെ പേരുണ്ടല്ലോ. അറിയ, വൃന്ദയൊക്കെ പയ്യനെ പറയണ്ട. വൃന്ദയൊക്കെ നമ്മൾ ആദ്യമേ കമ്പനി ഏതാണ്? ആര്യ കമ്പനി ആയാണ്. ആര്യ വൃന്ദ. അവരെ വിളിച്ച് ബാക്കി എല്ലാവരുടെയും പേര് അറിയില്ല. അതൊക്കെ തന്നെ പേര് പയ്യന്മാരെ പേരൊക്കെ മറന്നു. അന്നാബി മാത്യു, രാഹുൽ അന്നാബി മാത്യു, സപ്പി അന്നാബി മാത്യു, പറയാ ബ്രൂണോ രാവിലെ പറഞ്ഞു. ബൈ ബൈ. എടീ നല്ലൊരു ബൈ പോലും പറയാൻ പറ്റില്ല, റഷായി പോയി. ബൈ ഗൈസ്, ബൈ. സോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ റിസപ്ഷന്റെ കിഡ്സ് ഒക്കെ ആയിട്ട് കാണാം. സുൽത്താൻ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്തി രാവിലെ വാ. നമ്മളങ്ങനെ അവസാന പരിപാടിയെല്ലാം എത്തിയിട്ടുണ്ട്. എവിടെ എത്തിയിട്ടുണ്ട്? പെണ്ണിന്റെ അനിയത്തിയുടെ വീട്ടിൽ. അതെ അതെ, പെണ്ണിന്റെ കൊച്ചച്ഛന്റെ വീട്ടില്. അങ്ങനെ പാവട പൊക്കെയാണ് വ്ളോഗില്. എന്ത് ചെയ്യാനാ ഗൈസ് പിള്ളേര്. കണ്ണാ നമ്മുടെ കണ്ണൻ, നമ്മുടെ ഫോട്ടോയിൽ കണ്ണൻ ചെറുക്കല്ല. ചെറുക്കൻ വ്ളോഗ് എടുത്തിട്ട് അളിയാ ചളന്ന് കഴിച്ചു. നമ്മുടെ 8 പെമ്പിള്ളേരെ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിൽ കൊണ്ട് പറഞ്ഞ ചമ്മിപ്പോയി. സോ നമുക്ക് കയറിട്ട് ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ പറഞ്ഞ റിസപ്ഷൻ ഫംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാനുണ്ട്. നല്ല കഴിഞ്ഞ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എന്താടാ നല്ല വാതിൽ നമ്മുടെ ആഫ്റ്റർ മാരേജ്. അതെ അതെ, ഞങ്ങൾ ക്ലാസ് ലുക്കിലാണ് ഗൈസ്. ഓൾഡ് മണി ലുക്ക് ഔട്ട്ഫിറ്റാണ്. ഇൻസെർട്ടില്ലെന്നുള്ളൂ, പക്ഷെ ഓൾഡ് മണിയാണ്. പൂക്കിയ ഇടയ്ക്ക് പൂക്കിയാവുന്നുണ്ട്. നമ്മുടെ വാവയുടെ ഫ്രണ്ടായ നമ്മുടെ ശ്രേയുണ്ട്. മീനാക്ഷി വാടേ. മതി. സോ കാണാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കാർ കേട്ടിട്ടുണ്ട്. അറിയാലോ നമുക്ക് നോ സ്പെഷ്യൽ മെഷൻസ്, നോ മൂഡ് സ്വിങ്സ്. അത് ഞാൻ കുറെ മനസ്സിലാകുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ വണ്ടി ഇത് നമ്മുടെ എല്ലാ വണ്ടിയാണ്. ഓരോ ടീംസ് ഓരോ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, എവരിബഡീസ് ഫാമിലി. സോ നേരെ ഓഡിറ്റോറിയം. നമ്മൾ വീട്ടിൽ പോയില്ല, നമ്മൾ ലേറ്റ് ആയി പോയി കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനി വീട്ടിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് അറിയാലോ വീട്. വേണമെങ്കിൽ നമുക്ക് പോവാം. അത് നോ വറീസ്. നമ്മൾ വേണേ പോകും ഗൈസ്, നമുക്ക് പോവാം. അവിടെ എന്തെങ്കിലും പാർട്ടി കാണും. നമുക്ക് രാവിലെ പോകാറാവൂലേ? ബോയ്സ് പോവാം. ഗേൾസ് അച്ഛനൊക്കെ പ്രശ്നം ഗൈസ്, കാരണം നമുക്ക് പോകുന്നില്ല. ബിക്കോസ് ഫാമിലി ഇതൊരു എന്തൊക്കെയാണ് അറിയില്ല. എന്നുവെച്ചാലേ നമ്മള് ഉടനെ കെട്ടി ഉടനെ അവിടെ വീട്ടിൽ പോകുന്നതൊക്കെ അങ്ങനെയൊക്കെ ഫീൽ വരും. പക്ഷെ നമ്മൾ കോമൺ ഫ്രണ്ട് അല്ലേ, സോ നോ വറീസ്. സോ ഗൈസ്, നമ്മൾ പോവും. ബൂം ബൂം ബൂം. എന്ന് പോകാനാ? അത് ശരി ഗൈസ്. പിന്നെ നമ്മളെ കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഇടയ്ക്ക് പോകും. അതാണ് ഇപ്പൊ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോകണം ഗൈസ്. അപ്പൊ അവിടുത്തെ കാഴ്ച കാണാം. സോ ബൂം. നമ്മളിവിടെ റിസപ്ഷൻ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട്. ഇവിടെ റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ? സോ നമ്മുടെ ചെക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വെയിറ്റ് ചെയ്യണം. പരിപാടി നടന്നിട്ടാണ്. നമ്മുടെ ചെക്കൻ്റെ അമ്മ അയച്ച ചെക്കൻ്റെ അച്ഛൻ, ആ പാറിന്റെ അമ്മ അയച്ച. ഹലോ ഹലോ, അവിടെ വീണ്ടും വീഡിയോ. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ അച്ഛൻ. ടങ്കാണ് കണ്ടാ. നമ്മുടെ പാറിന് കൊടുക്കേണ്ട വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്.
അച്ഛ അവിടെ വന്നിട്ടുണ്ട് കഴിച്ച്. നമ്മുടെ കപ്പൽസ് ഇവിടെ ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുക്കട്ടെ. സോ ഗൈസ് നമ്മുടെ വെഡിങ്ങിന്റെ എൻഡിങ് ആണ് കാണാൻ പോകുന്നത്. എൻഡിങ് നമ്മുടെ അത് എന്താ പറയാൻ വാക്കുകളില്ല. കാരണം എനിക്ക് എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. എല്ലാം അങ്ങനെ ഒരു നമ്മുടെ സംഭവം ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് ഇപ്പൊ കൊച്ചുണ്ടാവും. കൊച്ചിന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതിലാണ്. അത് പിന്നെ വിഷമം തന്നെയാ, പക്ഷെ ഇയാൾക്ക് ഇതാണ് Okay, he's our one of the golden gem. Okay. പരിപാടിക്ക് പോകാൻ പോവാണ്. അതെ. നമ്മൾ മാറണോ? താങ്ക്സ്. ഇപ്പോ വധുവിനെയും വരനെയും വെടിവെപ്പിക്കാനുള്ള പരിപാടിയാണ്. രണ്ട് കണ്ണുണ്ട് വീട്ടിൽ. ചേട്ടാ, ആ പുറകെ നിൽക്കുന്നവരെല്ലാം ആ ലൈറ്റിന്റെ അടുത്ത് വെച്ചിട്ട് മാറും കേട്ടാ. രണ്ട് സൈഡിലായിട്ട് ഇച്ചിരി വൈഡ് ഇരിക്കും. അതെ, ആദ്യം അത് പോപ്പ് ചെയ്തില്ലേ, അതിനകത്തോട് നോക്കി നല്ല പൊട്ടിച്ചിരിക്കത്തില്ല, അട്ടസിച്ചിരിക്കത്തില്ല, അങ്ങനെ. ഓക്കെ, അതെ. 1, 2, 3 ചെയ്ത്